അച്ചാർ ഉണ്ടാക്കുന്നതിനായി മാങ്ങ നന്നായി കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞ് മുറിച്ചിട്ട് ഉപ്പൊക്കെ പുരട്ടി വെച്ചതാണ്. ഉപ്പിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്ത് കുറച്ച് കടുക് ചേർത്തൊന്ന് ചൂടാക്കി തരിതരിപ്പായി പൊടിച്ചെടുത്ത് വെക്കണം. അതിനുശേഷം പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുകും ഉലുവയും ചേർത്ത് പൊട്ടിക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തു. പച്ചമണമൊക്കെ മാറ്റിയെടുക്കുക. അതിനുശേഷം തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്ന് ചൂടാക്കി അതിന് ശേഷം അതിൽ ഉലുവ വറുത്ത് പൊടിച്ചതും കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര സ്പൂൺ എല്ലാം കൂടി ഒരു അര സ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്തു. പൊടികൾ കരിയാതെ നോക്കണേ. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തു. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്, എന്നാലും പുളിയില്ലേ കുറച്ച് വേണ്ടി വരും. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയുള്ളൂ. എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നു. അതിനകത്തേക്ക് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരപ്പ് തിരിച്ചിങ്ങോട്ട് മാങ്ങ മുറിച്ചിട്ട് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിത് പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചേർത്തത്. തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റ് വറുത്ത് പൊടിച്ച് വെച്ച കടുകില്ലേ, അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു അച്ചാർ റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.